ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ഋതു, തൊടുപുഴക്കാരിയാണ്. അപ്പം ഞാൻ പഠിക്കുവാണ്. പിന്നെ എൻ്റെ കൂടെ വീട്ടിൽ ചെറുതായിട്ട് പെറ്റ്സിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബസ്സിൻ്റെയും അതിലെ ഡ്രൈവറേട്ടൻ്റെയും കണ്ടക്ടറേട്ടൻ്റെ വീഡിയോ എടുക്കുക, ഇൻസ്റ്റാ റീൽസിൽ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് മേടിക്കുക, കമൻറ്റ് കുത്തിയിരുന്ന് വായിക്കുക, വൈറലാക്കുക. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. അപ്പം എൻ്റെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്. അപ്പം നമുക്കൊരു ബസ് യാത്രയായാലോ? ആരൊക്കെ കൂടെ പോരും? രമേശ് ചേട്ടൻ പോരുമോ? താത്തയും പോരൂല്ലേ? താത്തനെ ഞാൻ ഫ്രണ്ട് സീറ്റ് ഇരുത്തും. വണ്ടി ഓടിക്കാൻ പറയരുത്, പിടിച്ചിരുന്നാ മതി. രമേശ് ചേട്ടാ, പണ്ടൊക്കെ ഈ ബസ് എന്ന് പറയുമ്പോഴേ, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ബസ്സിൽ കയറാറുണ്ടായിരിക്കുക. അപ്പൊ കൈ നീട്ടുമുണ്ടല്ലോ, ബസ് നിർത്തുവോ, നിർത്താതെ പോവോ? അഥവാ നിർത്താതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേടാവുമല്ലോ. ഏത് ബസ്സിലിരിക്കുന്നവരും കാണും, നാട്ടുകാരെ നിങ്ങളും കാണും. അപ്പൊ ഞാൻ ഓർക്കും, അങ്ങനെ നിർത്താതെ പോയി കഴിഞ്ഞാൽ ഇനി മേലെ ആ ബസ് കയറത്തില്ലെന്നും ആ ബസ്സിന്റെ പരിസരത്ത് പോലും പോകാതെ മുങ്ങി നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കടയിൽ പോവാണല്ലോ, ഓരോ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ചോദിച്ചു മേടിച്ചിരിക്കും. താത്തനെ കണ്ടാലറിയാം, താത്ത ഓരോല്ലാം ഫുള്ള് മേടിച്ചിട്ട് താത്ത തിരിച്ചു പോരത്തുള്ളൂ. ബസ്സിന് മുന്നിൽ കൈ നീട്ടാൻ മാത്രമല്ല കേട്ടോ, ബാലൻസിന് കണ്ടക്ടർ മുന്നിൽ കൈ നീട്ടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ നമ്മുടെ ഈ ബസ് പറഞ്ഞല്ലോ, ചെളിപുരണ്ട ആനവണ്ടി പോലെയൊന്നുമില്ല. ആ വരവൊന്ന് കാണേണ്ടതാ. ദിവസം കുളിച്ച് സുന്ദരിയായി ചന്ദനക്കുരയൊക്കെ തൊട്ട് വലിയ പൂമാലയൊക്കെ പുള്ളിക്കാരുടെ വരവ്. പ്രത്യേകിച്ച് നമ്മുടെ താമരാശം പിള്ള. എല്ലാവർക്കും താമരാശം പിള്ള ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? താമരാശം പിള്ള കല്യാണത്തിന് വരുന്നൊരു വരവുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ പറമ്പിലെ വാഴ മുതൽ തെങ്ങിൻപൂക്കൽ വരെ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടി വെച്ചിട്ടാണ് വണ്ടി വരുന്നത്. അത് മാത്രല്ല, ഇപ്പൊ വിഷു ആണെങ്കിൽ കണിക്കൊന്ന പൂ കൊണ്ട് ഹൽദിക്ക് ഒരുങ്ങി വരുന്ന പോലെ ഒരു മഞ്ഞ മയായിരിക്കും വണ്ടിയുടെ ഫ്രണ്ടിൽ. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീയും, വാലന്റൈൻസ് ഡേ ആകുമ്പോൾ ചങ്കത്തൊരു ബലൂൺ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം വരുന്നത്. പിന്നെ നമ്മുടെ ബസ്സിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം ഉണ്ട്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊരു സാധനം ഉണ്ടല്ലോ. എന്തോ അത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ റൂമിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ അലമാരിയിൽ എന്തൊക്കെയുണ്ട്, പാത്രത്തിൽ എന്തൊക്കെയുണ്ട്, എന്തോ അത് ഹോം ടൂർ. അതുപോലെ നമുക്കൊരു ബസ് ടൂർ കണ്ടാലോ? ബസ് ടൂർ. അപ്പൊ നമുക്ക് ബസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഡൈന ചേച്ചി ബസ്സിന്റെ ഉള്ളിൽ കയറ്റുമൊക്കെ ചെയ്യാം. അവിടെ പല സാധനങ്ങളും കാണും. ഒന്ന് അടിച്ചു മാറ്റിക്കരുത്, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് പൂമാലകളുടെ ശേഖരമായിരിക്കും. പല കളറിലും പല തരത്തിലുള്ള പൂമാലകൾ ചുറ്റും ഇങ്ങനെ കാണും. പിന്നെ മണി അടിക്കുന്ന കയറിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള കീ ചെയിനുകൾ കാണാം അവിടെ. പിന്നെ നമ്മൾ ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ ബാർബികളുടെ ഡോൾ ഉണ്ടായിരിക്കും, ചെറിയ വണ്ടി ഉണ്ടായിരിക്കും, പൂമ്പാറ്റ ഉണ്ടായിരിക്കും, കാറ്റത്താടുന്ന മയിൽപ്പീലികൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ പല സാധനങ്ങളും ആ ഒരു ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും. എന്തിനാ നമ്മൾ തലയിലിരുന്ന് ബുഷ് വരെ ഗിയർ ലിവർ ഇട്ടിട്ടാണ് ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. അത് മാത്രല്ല രമേശ് ചേട്ടാ, ഇപ്പൊ പല ബസ്സിലും ട്രെൻഡിങ് ആണ്. ഗിയർ ലിവറിലുണ്ടല്ലോ പാവാട വരെ തയ്പ്പിച്ച് ബാർബികളാക്കി ഇട്ടേക്കുവാണ്. പിന്നെ വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഡ്രീം ക്യാച്ചർ ഷെയറും കാണും. ഈ സ്പീഡിൽ പോകുമ്പോൾ ഈ ഡ്രീം ക്യാച്ചിൽ കോഴിത്തൂകളൊക്കെ ഇങ്ങനെ ആടും. കാറ്റ് താർന്ന ഡ്രീം ക്യാച്ചിന് കോഴിത്തൂകൾ വകഞ്ഞ് മാറ്റിയിട്ടാണ് ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുന്നത്. നിങ്ങളെല്ലാവരും ബസ്സിലെ രാവിലത്തെ ട്രിപ്പിൽ കയറിയിട്ടുണ്ടോ? രാവിലെ ഒരു 5:30, ചിലപ്പോൾ 6 മണി സമയത്തായിരിക്കും രാവിലത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. രാവിലത്തെ ട്രിപ്പിലൊന്ന് കയറണം. കത്തിച്ച് വെച്ച് ചന്ദനത്തിരി, പൂമാലകൾക്ക് നടുവിലിരിക്കുന്ന രൂപങ്ങളും ഒപ്പം ഒരു ഭക്തിഗാനം കൂടെ ആകുമ്പോൾ ആഹാ, ഞാനത് അമ്പലത്തിലാണോ പള്ളിയിലാണോ എന്ന് ആലോചിച്ചു. അപ്പൊ നമ്മൾ രാവിലെ ബസ്സിൽ വെക്കുന്ന പാട്ടെന്ന് പറയുന്നത്, പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നീടും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാദം മിഴിതെളിയാനായി കാണും ഞാൻ എന്നൊരു 8 മണി ഒരു 10:30 വരെ സമയം നിങ്ങളെ പോലുള്ള സുന്ദരിമാരും കോളേജുമാരും വണ്ടി കയറുമ്പോൾ വെക്കുന്ന പാട്ട്. അപ്പൊ ഡ്രൈവറായിട്ട് മാസം കാണിച്ച്, കുറുക്കനെ കറക്കണ കിളിയല്ലേ, കിളികളെ പോറ്റണ കൂടല്ലേ, കുറുക്കുത്തി മലരല്ലേ, മലരിലെ മലത്തേനാണേ എന്നൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് മടുത്ത് വണ്ടി ഓടിക്കരുത്, എങ്ങനെയും ഒന്ന് എത്തിയാൽ മതിയെന്നേ ഉള്ളായിരിക്കും. നമ്മൾ യാത്രക്കാർക്കാണെങ്കിലും ഭയങ്കര മുഷിപ്പായിരിക്കും. അപ്പൊ വെക്കുന്ന പാട്ട്, കുട്ടിക്കൂറുമ്പിന്റെ കാന്തരിച്ചുണ്ടുമായി കുഞ്ഞാറ്റ കിളി പോരൂലേ, ഉച്ചമയക്കത്തിൽ പൂച്ച കൂരിഞ്ഞേമല്ലേ മാറിൽ പാതുങ്ങൂലേ എന്ന അവസാനത്തെ ട്രിപ്പുണ്ട്. ആ ട്രിപ്പ് ഒന്ന് കാണേണ്ടതാ. 2 അടിച്ചിട്ടൊക്കെ കയറുന്ന ചേട്ടന്മാർ കാണും. ഒരു പാട്ട് വെച്ച് തുള്ളിച്ചാട റെഡി ആക്കുന്ന ചേട്ടന്മാരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വയ്ക്കുന്ന പാട്ട്, അപ്പടി പോട് 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 അസുക്ക് പോട് കണ്ണാലേ. 5 മിനിറ്റ് നേരത്തെങ്കിലും എത്തണം, യാത്രക്കാരെ ഇറക്കണം, വണ്ടി ഒതുക്കണം, എന്നിട്ട് വേണം ഡ്രൈവറുടെ 2 ഒന്ന് ചെറുതായിട്ടൊന്ന് അടിക്കാൻ. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ജെറ്റ് പോകുന്ന പോലെ ആയിരിക്കും രാത്രിയിലെ ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ
തമിഴ് സോങ്ങും DJ ലൈറ്റും മസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ കോടീശ്വരം പ്രോഗ്രാമിൽ ഹോട്ട് സീറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. കോടീശ്വരം പ്രോഗ്രാമിൽ മാത്രമല്ല നമ്മുടെ ബസ്സിൽ ഹോട്ട് സീറ്റ് ഉണ്ട്. താത്തയ്ക്ക് അറിയോ താത്ത? അതാണ് നമ്മുടെ ബോണറ്റ്. തിരക്കുള്ള വണ്ടിയിൽ നിന്ന് കാല് കഴിക്കുമ്പോൾ ഇരിക്കാനൊരു മോഹം. ഇതാ കിടക്കണ ബോണറ്റ് ഒഴിക്കും, നേരെ കമ്പിക്കുള്ളിൽ വലിഞ്ഞ് കയറി അവിടെ കയറി കുത്തിയിരിക്കുമ്പോഴോ നിങ്ങളെല്ലാം എൻ്റെ മുഖത്തേക്ക് വായി നോക്കി ഇരിക്കുന്നു. ആദ്യമൊക്കെ ഇരിക്കും, നല്ല ഗമ്മയൊക്കെ ഇട്ടിരിക്കും, ഫോണൊക്കെ തോണ്ടി. കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമുണ്ടോ? ഇല്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉണ്ട്. ഒന്ന് എണീറ്റ് വെക്കാന്ന് പറഞ്ഞ് അങ്ങ് എണീക്കും അങ്ങോട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ബോണറ്റ് ഇരിക്കുന്നവർ കുറച്ച് കട്ടിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച്, പ്രത്യേകിച്ച് ചേച്ചിമാരിക്കണം. പിന്നെ നമ്മുടെ ബസ്സിന്റെ കേസ് പറഞ്ഞപ്പോൾ ഈ ഇന്നത്തെ കേരളത്തിലെ പല ബസ്സുകളും, എല്ലാ ബസ്സിലും ഒന്നുമില്ല, ചില ബസ്സിൽ ഈ ബോണറ്റ് പറഞ്ഞപ്പോഴാട്ടോ ഓർത്തത്, ഈ ഫിഷ് ടാങ്കില്ലേ, ചെറിയ ഫിഷ് ടാങ്ക്, അത് വരെയുണ്ട്. ഓരോ കുടിയിലും ചാടുമ്പോൾ ഈ മീനിന് തുള്ളി കളിക്കും. അടുത്ത കുടി ചാടുമ്പോൾ തുള്ളി തെറിച്ച് നേരെ വന്ന് വീഴും നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക്, ബോണറ്റിൽ. പിന്നെ ഉച്ചയ്ക്ക് ഡ്രൈവറായിട്ടിന് ആ മീൻ വറുത്ത് കൂട്ടിയിട്ടാണ് ചോറുണ്ണുന്നത്. പിന്നെ പൊതുവെ എല്ലാവരും പറയും ബസ് ഡ്രൈവർ ആണെങ്കിൽ എനിക്ക് വേണ്ട, ആ ചേട്ടനെ കല്യാണം കഴിക്കണ്ട, പെണ്ണ് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയിൽ. അപ്പോൾ ഞാൻ ബോണറ്റിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കിട്ടുന്ന കമൻസ് ഒന്ന് കാണും, രമേശ് ചേട്ടാ, ഊഫ് ചേട്ടൻ പൊളി, ചേട്ടൻ്റെ ഡ്രൈവിനേക്കാൾ ചേട്ടൻ്റെ മുഖത്തിനാണ് മൊഞ്ച്, ചേട്ടായി സിംഗിൾ ആണോ? ഇത് കണ്ടിട്ട് ബോയ്സ് ഇടുന്ന കമൻറ്റ്, നാളെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം, ഈ ഹെവി ലൈസൻസ് അവിടെ കിട്ടും, കണ്ടക്ടറിന്റെ ജോലി ഒഴിവുണ്ടെങ്കിൽ പറയുക, ഉള്ള കട അടച്ചിട്ടിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതാണ് പറയുന്നത്. എന്താണെന്നറിയില്ല, കേരളത്തിലെ ബസ് ഡ്രൈവേഴ്സിന് ഇപ്പോൾ ഒടുക്കത്തെ ഫാൻ ബേസാ. ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടന് കോളേജിൽ പഠിപ്പിക്കായിരുന്നു രമേശ് ചേട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ ഇപ്പം ഈ ഒരു ജോലിയിലേക്ക് വന്നത്, നല്ല ശമ്പളമൊക്കെ ഇല്ലായിരുന്നോ? പുള്ളി പറഞ്ഞു, മോളെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു അതൊരു വികാരമാണ്. കിട്ടുന്ന ശമ്പളം കുറവാണേലും കിട്ടുന്ന സന്തോഷം വലുതായിരിക്കുന്ന പുള്ളി പറഞ്ഞത്. പിന്നെ നമ്മളെ പെട്ടിപ്പുറം, കുഞ്ഞു കുട്ടികളെ മുതൽ വലിയ കുട്ടികളെ വരെ ഡ്രൈവറായിട്ട് ഫാനാക്കി മാറ്റിയ സ്ഥലമാണ് നമ്മുടെ പെട്ടിപ്പുറം. അവിടെ ഇരിക്കുമ്പോഴല്ലോ ഒരു ആനപ്പുറത്തിരിക്കുന്ന സുഖമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പെട്ടിപ്പുറത്ത് ഇരിക്കുമായിരുന്നു രമേശ് ചേട്ടാ. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ നേരമായിട്ട് എന്നെ ഡ്രൈവറായിട്ട് ഇങ്ങനെ നോക്കണം കണ്ടു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ സംശയിച്ചു, ഈ ചേട്ടൻ എന്നെയാണോ നോക്കുന്നത്? അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഇതെന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ്. അപ്പൊ ഞാനും ചെറിയ ഫോണൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് നോക്കി. കുറച്ച് കഴിയുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, എടി കൊച്ചു മര്യാദയ്ക്ക് മാറിയിരിക്കും, എനിക്ക് സൈഡ് മിറർ കാണത്തില്ലത്. അപ്പൊ ഞാൻ ആരായി? അയാൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന സൈഡ് മിറർ ആയിരുന്നു. കാര്യം ഡ്രൈവറായിട്ടൊരു ഒരു കലിപ്പനൊക്കെ ആണെങ്കിലേ ആളൊരു ചുള്ളനാട്ടോ. ആ ചേട്ടന്റെ ഓരോ വളയ്ക്കലും ആ ബ്രേക്ക് ചവിട്ടും ആ ഗിയർ മാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആരായാലും ഒന്ന് വളഞ്ഞു പോവും, വീണു പോവും. താത്ത എങ്ങനെ ഇരിഞ്ഞാണ്ടല്ലോ കൈയൊക്കെ പിടിച്ചിരിക്കണം, അല്ലാതെ ഡ്രൈവറായിട്ട് വായി നോക്കി ഇരിക്കാതെ പിടിച്ചിരിക്ക്. പിന്നെ നമ്മുടെ പണ്ട് പോലെ നമ്മുടെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതിയൊരു ഡയലോഗുണ്ട്, പാടത്തെ കിളിയെ സ്നേഹിച്ചാലും പറമ്പിലെ കിളിയെ സ്നേഹിച്ചാലും ബസ്സിലെ കിളിയെ സ്നേഹിക്കരുത്, അത് പറന്നു പോകുന്നു. ഞാനും അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു സംശയമായിരുന്നു, അതെന്താ ഈ ഡോറിൽ നിൽക്കുന്ന ചേട്ടനെ കിളിന്ന് വിളിക്കണേന്ന്. പിന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നെ, എടി ഞാൻ ഡോറിൽ പറന്നാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് എന്നെ കിളിന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പെട്ടിപ്പുറത്തിരിക്കുമ്പോഴേ ഈ വണ്ടി സ്പീഡിൽ പോവുകയാണെങ്കിൽ നമ്മളിടുന്ന ചില എക്സ്പ്രഷൻസ് കാണും. വണ്ടി സ്പീഡിൽ പോവും, ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ വെട്ടിക്കും പെട്ടിപ്പുറത്തിരിക്കുന്നവര്. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ വെട്ടിക്കണേന്ന്. അതുപോലെ തന്നെ സ്പീഡിൽ പോകുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു പട്ടിയോ പൂച്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ എക്സ്പ്രഷനാണ് നമ്മൾ അവിടെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുന്നതിലല്ല, വണ്ടിയെ കൈകാര്യം ചെയ്യുന്നതിലാണ് കാര്യം. അപ്പം മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ നാട്ടുകാരും പോലീസുകാരും കൈകാര്യം ചെയ്യും. അപ്പം ഞാൻ ഈ സ്റ്റോപ്പിൽ ഇറങ്ങുവാണേ. ടാറ്റാ, താങ്ക് യു. Once upon a time, once upon a time.